എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് സദ്യയ്ക്ക് വേണ്ട 2 തരം കറികളാണ് കേട്ടോ കാണിക്കുന്നത്. ഒന്ന് ഉള്ളിത്തീയലും കൂട്ടുകറിയും. അപ്പോൾ ഇത് രണ്ടിനും നമ്മൾ നാളികേരം വറുത്തെടുക്കണം. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് ഒരു പാൻ വെച്ചെടുക്കാം. അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ വെച്ചെടുക്കാം. അപ്പോൾ നാളികേരം വറുത്തെടുക്കലാണ് കേട്ടോ ആദ്യത്തെ പണി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു വലിയ നാളികേരം എടുത്തിട്ടുണ്ട്. അതിതാ വറക്കാനാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി വറുത്തിട്ട് പകുതി എടുത്തിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. നാളികേരത്തിൻ്റെ പകുതി ഭാഗം ഞാൻ കൂട്ടുകറിക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ ഒന്ന് ചുവക്ക വറുത്തെടുക്കണം. അപ്പോൾ പകുതി വറുത്ത് കഴിയുമ്പോഴേ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ചുവക്ക വറുത്തതിന് ശേഷം നമ്മളിതാ ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ കൂട്ടുകറിയിൽ ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളൊരു ബൗളിലേക്ക് അല്പം എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ മാറ്റി വയ്ക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് പണി എളുപ്പമാവും കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഒറ്റയടിക്ക് ഞാൻ തേങ്ങ വറുക്കുന്നത്. ഇതാ പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് തീയലിനാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, എന്നിട്ട് ഇനി അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. പൊടികളൊക്കെ കരിയാതെ തന്നെ നമുക്കിതൊന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ട് വേണം കേട്ടോ ഒന്ന് തണുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉള്ളിത്തീയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മൺകലമാണ് കേട്ടോ വെച്ചെടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒരു 1.5 കപ്പ് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെളുത്തുള്ളി. ഇതെല്ലാം ഒന്ന് വാട്ടാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത്. ഒരു 3-4 പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും ഒക്കെ ചേർത്തെടുത്തിട്ടുണ്ട്. ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടിയാണ് ഞാനിതിലേക്ക് ചേർത്തെടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് വരാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നല്ലപോലെ ഇത് വെട്ടിത്തിളച്ച് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്തെടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ വറവുണ്ടല്ലോ, അത് നല്ലപോലെ പേസ്റ്റ് രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തെടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു അല്പം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, ഓപ്ഷനിലാണ്. അപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കടുക് താളിച്ചൊഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ കടുകിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കടുക് പൊട്ടിയിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും 3-4 ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ താളിച്ചതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഇവിടെ സെറ്റാണ് കേട്ടോ. അടിപൊളി ഉള്ളിത്തീയിലാണ്. ഇത് ഇരിക്കും തോറും നല്ല ടേസ്റ്റാണ് കേട്ടോ. 2-3 ദിവസം തന്നെ ഈ ഉള്ളിത്തീയിലിരിക്കും. അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റാണ്. ഇനി നമ്മൾ കൂട്ടുകറിയാണ് കേട്ടോ ചെയ്യുന്നത്. കൂട്ടുകറിയിലേക്ക് ഇതാ ഒരു ചെറിയ പീസ് ചേന, ഒരു പച്ചക്കായ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു മൺകലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കഷ്ണങ്ങളൊക്കെ വേകുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് നാളികേരം ചെറുകിയത്, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം അതിട്ട് കൊടുക്കാം, ഒരു പച്ചമുളക്, എന്നിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തോന്ന് നോക്കാം. അപ്പോൾ ഇതാ മൂടലൊക്കെ തുറന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ രണ്ടും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ്
കടല ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതവിടെ ഇരിക്കട്ടെ. മൂന്നും കൂടി ഒന്ന് മിക്സായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇനി ഒരു അടുപ്പിലേക്ക് ഇതുപോലെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഉഴുന്ന്, ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നാളികേരം ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. കരിയാതെ വേണം ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ നാളികേരത്തിൻ്റെ വറവിൽ നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കണില്ല. ഇതിലേക്ക് കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. അതൊരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് വറവ് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ പീസ് ശർക്കരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സാക്കിയിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരട്ടെ. വറ്റി വന്നതിന് ശേഷം നമ്മുടെ തേങ്ങയുടെ ആ വറവുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അടിപൊളി സ്വാദാണ് കേട്ടോ ഈ ഒരു കൂട്ടുകറിക്ക്. അപ്പോൾ കൂട്ടുകറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ സദ്യ സ്റ്റൈലുള്ള കൂട്ടുകറിയും ഉള്ളിത്തീയിലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.